സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആസ്തെറ്റിക് ടെക്നിക്സ് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ വീനസ് പ്രഷറിനെ കുറിച്ചാണ്. സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CVP. അതൊരു മോണിറ്ററിംഗ് മെത്തേഡാണ്. പ്രഷർ സെൻട്രൽ വീനസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്, നമ്മളുടെ ഹാർട്ടിന്റെ നിയർ ആയിട്ട് സ്പെസിഫിക്കലി എവിടെയാണ്? സുപ്പീരിയർ വീന കാവ ഓർ റൈറ്റ് ഏട്രിയം. ഇറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ about the patient's fluid status, അതുപോലെ കാർഡിയാക് ഫംഗ്ഷൻ, ഇൻട്രാവാസ്കുലർ വോളിയം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു സെൻട്രൽ വീനസ് പ്രഷർ വഴി നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സെൻട്രൽ വീനസ് പ്രഷർ മോണിറ്ററിംഗ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് വീനസ് ആക്സസ്, അതുപോലെ പ്രഷർ മെഷർമെന്റ്, പിന്നെ പറയുന്നത് ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അതായത് വീനസ് ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കത്തീറ്റർ വെച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? ലാർജ് വെയിനിലേക്ക് ഇന്റേണൽ ജുങ്കുലാർ അല്ലെങ്കിൽ സബ് ഗാൽവിനിയൽ ഓർ ഫീമോറൽ വെയിനിലേക്കാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെ ടൈമിലാണ് നമുക്ക് ഈ ഒരു സെൻട്രൽ വീനസ് പ്രഷറിന്റെ ആവശ്യം വരുന്നത്? ഫ്ലൂയിഡ് മാനേജ്മെന്റിന്റെ ടൈം, അതായത് നമ്മൾ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്. പിന്നെ പറയുന്നത് ഹീമോഡൈനാമിക് ആയിട്ടുള്ള മോണിറ്ററിങ് ചെയ്യുന്ന സമയത്ത്. അതെന്തായിരിക്കാം? നമുക്കിപ്പോൾ ഒരു കാർഡിയാക് പ്രീലോഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അതുപോലെ വെൻട്രിക്കുലർ ഫങ്ഷൻസ്, അതുപോലെ അങ്ങനെയുള്ള ഹീമോഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് ഈ ഒരു CVPയുടെ ആവശ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അനസ്തെറ്റിക് മാനേജ്മെന്റിന്റെ ടൈമിൽ, അതുപോലെ തന്നെ ഏർലി ഡിറ്റക്ഷനും കോംപ്ലിക്കേഷൻസും, അതായത് ഏർലി ഡിറ്റക്ട് ചെയ്യാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ CVP അഡ്വൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ടിന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ടും നമ്മളിത് ചെയ്യാറുണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഇതൊക്കെ തന്നെയായിരിക്കാം അഡ്വാൻറ്റേജസിൽ വരുന്നത്. അതുപോലെ ഡയറക്റ്റ് മെഷർമെന്റ് ആണ്. സോ ഡയറക്റ്റ് മെഷർമെന്റ് ആയതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ് നമുക്ക്. അപ്പോൾ അതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പേഷ്യന്റിന്റെ സർജറിയുടെ ടൈമിലാണെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗൈഡൻസ് ഫോർ തെറാപ്പി, അതായത് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്ക് തെറാപ്പികൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ, വാസോപ്രസർ തെറാപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് മെഷർമെന്റും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോവാം. മിനിമലി ഇൻവേഴ്സീവ് ആണ്, അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻവേഴ്സീവ് മെത്തേഡാണ് ഈ ഒരു CVP എന്നതുകൊണ്ട് എന്നൊരു പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ചാലഞ്ചേഴ്സ് ആണ്. അതായത് പേഷ്യന്റിന്റെ സ്പെസിഫിക് ഫാക്ടേഴ്സോ കാര്യങ്ങളോ കൊണ്ട് നമുക്ക് അതിന്റെ കറക്റ്റ് വാല്യൂ കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവാം പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. പിന്നെ പ്ലേസ്മെന്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. വെക്കുന്ന കത്തീറ്റർ ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഇൻട്രാതൊറാസിക് ആയിട്ടുള്ള പ്രഷറിന് എന്തെങ്കിലും ചാൻസുകൾ ഉണ്ടാവാം. പിന്നെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള വാല്യൂസ്, അതിന്റെ ലിമിറ്റേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് കോമൺ ആയിട്ട് പറയപ്പെടുന്ന ഡിസഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ സ്റ്റേജസ് ഓഫ് ജനറൽ അനസ്തേഷ്യ ഇൻക്ലൂഡ്. ഏതൊക്കെയാണ്? സ്റ്റേജ് 1 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്ഷൻ ഓർ അനാൽജസി ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ് ഓർ ഡെലീറിയം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത് സ്റ്റേജ് 2-ൽ. സ്റ്റേജ് 3-ൽ സർജിക്കൽ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജ് 4-ൽ എന്താണ് പറയുന്നത്? ഡൈലേറ്റഡ് നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള പ്യൂപ്പിളാണ് വരുന്നത്. അങ്ങനെ 4 സ്റ്റേജുകളാണ് ജനറൽ അനസ്തേഷ്യയ്ക്ക് വരുന്നത്. ഇനി ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മളുടെ കോൺഷ്യസ്നെസ് നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ ഏജന്റുകൾ ആണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് അത് ചിലപ്പോൾ നമുക്ക് പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് അനാൽജസിയോ അല്ലെങ്കിൽ എന്താണ് അനാൽജസിയ വിത്തൗട്ട് അംനീഷിയോ അല്ലെങ്കിൽ വിത്ത് അംനീഷിയോ ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൽ യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് considered as the most dangerous time since the medications can result in hemodynamic instability. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഡക്ഷൻ നമുക്ക് പല ടൈപ്പിലുണ്ട് അല്ലെ.
Induction can be performed using either IV route or via inhalation of anesthetic gases. The later method is used especially in the pediatric population before the anesthetist can have access to IV റൂട്ട്. ഓക്കെ, IV റൂട്ട് നമുക്ക് ചില കണ്ടീഷനുകളിലാണ് നമ്മൾ IV വഴി അനസ്തീഷ്യ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഡക്ഷൻ ഡ്രഗ്സിനെ നമ്മൾ അതിന്റെ IV വഴി കൊടുക്കുന്നത്, അതേപോലെ തന്നെ എത്രത്തോളം ഡോസേജ് ഉണ്ട്, എന്താണ് അതിന്റെ കോൺഷ്യസ്നെസ് എന്നുള്ളതൊക്കെ നോക്കി അതിനെ നമുക്ക് ദേ ആർ യൂസ്ഡ് ഏതിനൊക്കെയാണെന്നുള്ളത് നോക്കാം. ടു ഇൻഡ്യൂസ് അനസ്തീഷ്യ പ്രയോർ ടു അതർ ഡ്രഗ്സ് ബീങ് ഗിവൺ ടു മെയിൻറ്റെയിൻ അനസ്തീഷ്യ. പിന്നെ പറയുന്നത് എന്താണ്, ആസ് എ സോൾ ഡ്രഗ് ഫോർ ഷോർട്ട് പ്രൊസീജിയർ. പിന്നെ പറയുന്നത് എന്താണ്, ടു മെയിൻറ്റെയിൻ അനസ്തീഷ്യ. പിന്നെ പ്രൊവൈഡ് സെഡേഷൻ. ഇനി ഇൻഡക്ഷൻ സ്റ്റേജ് ഓഫ് അനസ്തേഷ്യയില് നമുക്ക് എങ്ങനെയാണ്, ദ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ് ഈസ് ഹയർ ദാൻ ദ വീനസ് ബ്ലഡ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്,